കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമത്തെ ഒരു പരിച പോലെ ചെറുക്കുന്നത് CPIM ആണ്. CPIM അതിശക്തമായ ആശയപ്രചരണം ഏത് മതവർഗീയ പ്രസ്ഥാനങ്ങളായിക്കൊള്ളട്ടെ അതിനെതിരെ സംഘടിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി ജനങ്ങളെ ആകെ അണിനിരത്തുന്നു. അപ്പോൾ നേരിട്ട് മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പറ്റാത്തതിൻ്റെ തടസ്സം ഒരു പരിച പോലെ അതിനെ ചെറുത്ത് നിൽക്കുന്ന CPIM ആണ്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വെട്ട് കേരളത്തിൽ ആദ്യം കൊള്ളുന്നത് CPIM-നാണ്. കാരണം CPIM എടുക്കുന്ന രാഷ്ട്രീയ നിലപാടാണ്. ഇത് ഒരു വസ്തുതയാണ്. കേരളത്തിൽ CPIM ദുർബലപ്പെട്ടിരുന്നെങ്കിൽ ഏറ്റവും അധികം RSS വകവരുത്തുക മതന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ്. കേരളത്തിൽ CPIM ശക്തമായി നിലകൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് ആദ്യം ആക്രമിക്കപ്പെടുന്നത് CPIM-ൻ്റെ സഖാക്കളാണ്. അതാണ് ഇവിടെയും ജിതിനിലൂടെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഗോവിന്ദമാഷ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പാർട്ടി നേതൃത്വവും പറഞ്ഞിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഉള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഇവിടെ പോയി? അവരൊന്നും ഇത് കാണുന്നില്ലേ? എന്തുകൊണ്ട് CPIM-നെ ആക്രമിക്കുന്നു? എന്തുകൊണ്ട് RSS CPIM-നെ എങ്ങനെ ആക്രമിക്കുന്നു കേരളത്തിൽ? അതിൻ്റെ കാരണം CPIM എടുക്കുന്ന നിലപാടാണ്. ഇത് പറയാൻ ന്യൂനപക്ഷ വർഗീയവാദികൾക്ക് മടിയുണ്ടാകും. പക്ഷേ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിലെ വികസനത്തെ കുറിച്ച് സംസാരിച്ചതിനെ ഇനിയിപ്പോൾ സമയം ദിവസം ഇല്ല. ശശി തരൂർ എന്ന വിശ്വപൗരനെ ഒരു മുന്നണി എന്നെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കേരളത്തിലെ ഒരു സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം ആശാസ്യമാണോ? കേരളത്തെക്കുറിച്ച് നല്ല ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിപ്പോൾ വ്യവസായ രംഗത്തെ കുതിപ്പായാലും മറ്റെന്ത് ആയാലും അതിൽ അഭിമാനിക്കുക മലയാളികളാകുകയാണ് അല്ലേ? അങ്ങനല്ലേ? നിങ്ങളും ഞാനും ലോകത്തെവിടെയുള്ള മലയാളികൾ അഭിമാനിക്കും. എന്നാൽ കേരളത്തെക്കുറിച്ചുള്ളൊരു വസ്തുത പറഞ്ഞാൽ ഒരു MP പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ വരിക. എന്തൊരു സൈബർ അക്രമമാണ്! ഇന്നിപ്പോൾ ഒരു ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ തന്നെ ഭീകരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വീക്ഷണം ദിനപത്രത്തിൻ്റെ. എവിടെയൊക്കെ നമ്മളെ നാട് പോകുന്നത്? കേരളത്തെക്കുറിച്ചൊരു വസ്തുത, കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് എന്തോ നിരോധിക്കപ്പെട്ട സംഭവം പറയുന്നത് പോലെയാണ്. കേരളത്തെക്കുറിച്ച് നല്ലത് പറയുന്നതിനെ വിലക്ക് ഏർപ്പെടുത്തിയൊരു പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ മാറിയോ? നമ്മൾ പരിശോധിക്കണ്ടേ? കേരള വിരുദ്ധ കോൺഗ്രസ്സായി കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിയോ? കേരളം മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ്. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? അത് ഞാനോ നിങ്ങളോ പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു തെറ്റാണോ? കേരളത്തിൽ സേവന മേഖലകളിൽ വലിയ കുതിപ്പുണ്ട്. സർക്കാർ സ്കൂളുകളിൽ കൂടുതൽ കുട്ടികൾ വരുന്നു. ഹൈടെക് ക്ലാസ് മുറികളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളില്ലാത്ത പ്രത്യേകതയാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ, ധർമാശുപത്രികൾ, അവിടെ നല്ല സജ്ജീകരണങ്ങളുണ്ട്. ഇത് പറയുന്ന ഒരു വസ്തുതയല്ലേ? കേരളത്തിൽ വ്യവസായ കുതിപ്പുണ്ടായിട്ടുണ്ട്. ഇത് പറയുന്നൊരു യാഥാർത്ഥ്യമല്ലേ? അത് പറയുമ്പോൾ അത് മിണ്ടരുത്, അത് വിലക്കാണ് എന്ന് പറയുന്ന കേരള വിരുദ്ധ പാർട്ടിയായി ഒരു ഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള ഘടകം മാറിയോ? ഇത് വളരെ ഗൗരവത്തിൽ മലയാളികളാകെ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവർ പോലും ഈ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഈ നിലപാട് അംഗീകരിക്കില്ല.